ഓക്കെ, നമുക്ക് രണ്ടും കൽപ്പിച്ച് ഇവിടെ ഒറ്റ ചാട്ടം ചാടാ. ലെറ്റ്സ് ഗോ. ഓ ഗയ്സ്, അതാ ചാൾസ്, ചാൾസ് അതാ. ബാ 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 ബാ. പോടാ 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 പോടാ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചൂച്ചു ചാൾസ് പാർട്ട് 2. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഗെയിം ഒരു ഹൊറർ ഗെയിം ആണെന്നാണ് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെ അത് അവര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കളിക്കുന്ന നമുക്ക് കൂടെ തോന്നണ്ടേ? സത്യം പറഞ്ഞാൽ എനിക്കിത് തോന്നുന്നത് വെറും ഒരു കോമഡി ഗെയിം ആയിട്ടാണ്. ചിറി വിളിച്ചുകൊണ്ട് വരുന്ന എട്ടുകാലിക്ക് പരിണാമം സംഭവിച്ച പോലത്തെ ഒരു ട്രെയിനും തൊള്ള ഉറക്കാതെ സംസാരിക്കുന്ന കുറെ പൊട്ടന്മാരും, അതാണ് ഈ ഗെയിമിലുള്ളത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ ഗെയിം കളിക്കണം, ഇതിന്റെ എൻഡിങ് ഒക്കെ അടിപൊളിയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇന്ന് കളിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത്. ഇതിലുള്ള ചൂച്ചു ചാൾസ് ഈ ലോകത്തുള്ളതല്ലത്രേ, അത് നരകത്തുനിന്ന് വന്ന ഒരു ട്രെയിനാണത്രേ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. അതെന്താ നരകത്തിലെ സ്ഥലമായിട്ടാണ് ഇവിടെ വന്ന് മുട്ടട്ടത്, പിന്നെ ഏത് കൂടിയായിരിക്കും അത് മുട്ടട്ടുണ്ടാവുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങളത് എനിക്കൊന്നേ പറയാനുള്ളൂ, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ഓക്കെ? അല്ല പിന്നെ ഗൈസ്, നിങ്ങൾ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്കിൾ ലേഡിന്റെ മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിക്കിൾ ലേഡി ഒരുപാട് സ്ക്രാപ്സ് തരുന്നത്. നമുക്കിപ്പോൾ സ്ക്രാപ്സിന്റെ നല്ല അത്യാവശ്യമുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് ആ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോവാം. സോ അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ വേറെ ഏതോ ഒരു മിഷൻ കൂടെ ഉണ്ട്. സോ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പോവാം. കണ്ടില്ലേ, ഇവിടെ 2 മിഷൻ ഉണ്ട്. സോ ഈ 2 മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് പിക്കിൾ ലേഡിന്റെ മിഷൻ കംപ്ലീറ്റ് ആക്കാം. പിക്കിൾ പെണ്ണിന്റെ മിഷൻ ഇത് അവിടെയാണ്, കണ്ടില്ലേ? ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഏകദേശം 270 മീറ്റർ നമ്മൾ നടന്നു പോകേണ്ടി വരും തോന്നുന്നു. പിന്നെ ഇവിടെ വേറൊരു മിഷൻ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓ, അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം ഈ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോകും സുഹൃത്തുക്കളെ, കുറച്ചുകൂടെ റിവേഴ്സർക്ക്. ഓക്കെ ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്കടി. ഓ ഇത് നമ്മൾ കണ്ടാണല്ലോ, ഈ അമ്മച്ചിനെ നമ്മൾ കഴിഞ്ഞ വട്ടം കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ വട്ടം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു മൈൻഡ് ചെയ്തില്ല. ഓ, തോക്കൊക്കെ പിടിച്ചാണല്ലോ നിൽക്കുന്നത്. ഹലോ. Eugene told us we'd have a newcomer soon. I suppose that would be you. അതെ നൂൻ തന്നെ. യൂജിൻ പറഞ്ഞ ആള് നമ്മളാണോ എന്നാണ് ചോദിക്കുന്നത്. Scrap metal in the balcony room of my house that you could use to repair and upgrade your train. ഓക്കെ, ഇവിടെ വീട്ടില് സ്ക്രാപ്സ് ഉണ്ട് എന്ന് പറയുന്നേ. ഓക്കെ, താക്കോലും തന്നിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ സംസാരമൊന്നും വേണ്ട, വേഗം അവസാനിപ്പിക്കുക. ഓക്കെ, അത്ര ഉള്ളൂ. അപ്പൊ ഇവിടെ പോയിക്കാനെ ബാൽക്കണിയിൽ കുറെ സ്ക്രാപ്സ് ഉണ്ട് എന്നാ പറയുന്നത്. നമുക്ക് കഴിക്കാം. താക്കോലൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ചൂച്ചു ചാൾസ് ഒന്നും പിടിക്കില്ലെന്നാവോ? ഒരു ഗണ്ണും പിടിച്ച് തൊള്ളയും പിടിച്ച് പുറത്ത് നിൽക്കുകയാണ് ഇങ്ങനെ. ചൂച്ചു ചാൾസ് എന്താ നമ്മളെ മാത്രം പിടിക്കാൻ പറ്റുന്നത്? ഷേ, ഓ ഇവിടെ നിറയുണ്ടല്ലോ. ഒക്കെ എടുക്കാം. എത്രയായി? ഓ, ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതെന്താ ലെറ്റർ? ബ്ലാ 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 ബ്ലാ. ഓക്കെ, അത് വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. സോ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അല്ല, പക്ഷെ എന്നാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, വെറുതെ കഷ്ടപ്പെട്ട് വായിച്ചതല്ലേ. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഇടയിട്ട് ചാൾസ് കുറച്ചുകൂടെ അഗ്രസീവാണ്. സോ ഈ നാട് വിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെൽപ്പ് വരുന്നതിന് മുമ്പേ എല്ലാവരും ഈ നാട് വിട്ട് പോകുന്നു വിചാരിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളായില്ലേ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഒരേപോലെ തന്നെ. ഓ, ഇവിടെ സ്ക്രാപ്സ്. ഓ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്ക്രാപ്സ് കിട്ടുന്നില്ലേ? അത് ശരി. ഓക്കെ, അപ്പൊ അതാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഒരു ലെറ്റർ. അത് നമ്മൾ വേണമെങ്കിൽ വായിക്കാൻ അത്രേ ഉള്ളൂ. ഇവിടെ എന്താ, നമ്മളൊരു മിഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓ, അത് തന്നെ. ഓക്കെ ധാരാ. അത് ശരി. ഇതേതൊരു മന്ത്രവാദി. ഹലോ ഡാർലിംഗ്. ഹലോ മിച്ചി. ഇവളെന്താ ഇങ്ങനെ സംസാരിക്കണേ? എനിക്ക് തോന്നുന്നതേ ഈ ഗെയിമിലുള്ള എല്ലാ വോയിസ് ഓവറും ചെയ്യുന്നത് ഒരേ ആൾക്കാരാണ്. വെറുതെ ഒരു ശബ്ദത്തിൽ മോഡുലേഷൻ വെച്ച് പാ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തോന്നുന്നു. ഒക്കെ ഒരേ ആൾക്കാരാവുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ സ്വാമ്പ് കടന്ന് അപ്പുറത്ത് അവിടെ ചെറിയൊരു ഐലൻഡ് പോലെ ഒരു സംഭവം ഉണ്ട്, അതാ കാണുന്നില്ലേ? സോ അവിടെ പോയിട്ട് ഈ അമ്മച്ചിക്ക് എന്തോ എടുത്തുകൊണ്ടായിരുന്നു അത്ര. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ സ്വാമ്പിൽ എന്തോ മോൺസ്റ്റർ പോലെ എന്തോ സംഭവം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. സോ അത് നമ്മൾ അറ്റാക്ക് ചെയ്യും ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഇതിലുള്ള മോൺസ്റ്ററും പൊട്ടല. അതായത് നമ്മൾ അനങ്ങാതിരുന്ന അത് നമ്മളൊന്നും കാട്ടില്ല അത്ര, അനങ്ങിയാൽ മാത്രം എന്തെങ്കിലും കാട്ടുള്ളൂ. ഈ ഗെയിമിൽ മൊത്തം പൊട്ടന്മാരാണല്ലോ. ഓക്കെ, നമുക്ക് ഏതായാലും വെള്ളത്തേക്ക് എടുത്ത് ചാടാം. ഓ, ഞാൻ എവിടെ ഞാൻ അവിടെ നിന്ന് അറിയാതെ സ്ലിപ്പായി വീണതാ. ഓ, അതാ വരുന്നത്. ഓ, ഇത് കാണാൻ കഴിയോ? അതാ പോകുന്നത്. തിരിച്ചുപോയി. അതാ വരുന്നത്. എടാ പോടാ. അതാ അടുത്തെത്തി. പോടാ. ഓക്കെ, കുറച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓ അടുത്തെത്തി. ഓ, കാണാൻ കഴിയുന്നില്ലല്ലോ. കാണായിരുന്നു. മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ? മോശല്ലേ? കാണാൻ കഴിയണം. കുറച്ചുകൂടെ ബാക്കിൽ പോവാ. അതാ വരുന്നുണ്ട്. അനങ്ങാതിരുന്നോ? ഓ, ഇത് കാണാത്തൊരു രസമല്ല. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കയ്യിലുള്ള സ്ക്രാപ്സ് ഒക്കെ പോകും. പക്ഷെ അതുകൊണ്ട് അത് റിസ്ക് ചെയ്യാൻ വയ്യ.
ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ? ഹലോ. ഓ ഇതെന്താ? അത് ശരി, ചത്ത മീൻ എടുത്തുകൊണ്ട് വരാനാണോ അത്രയും കഷ്ടപ്പെട്ട്? റിട്ടേൺ ടു ലിസബത്ത് മർക്ക് വാട്ടർ. ഓക്കെ, ലിസബത്ത് മർക്ക് വാട്ടർ, നല്ല പേര്. ഓക്കെ, ഇവിടെയും കുറെ സ്ക്രാപ്സ് ഉണ്ട്. ഓ, നമുക്കിങ്ങനെ കാട്ടുന്നും കുറെ സ്ക്രാപ്സ് ഒക്കെ കിട്ടുമല്ലേ? ദാറ്റ്സ് കൂൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ചത്ത മീനിനെ തിരിച്ച് മറ്റവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. ലെറ്റ്സ് ഗോ. ഓ, അതാ ചൂച്ചു ചാൾസിന്റെ ശബ്ദം. ഓരോ അവന് വള്ളത്തിൽ ഇറങ്ങുമോ? ഏയ്, ഇറങ്ങാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഇറങ്ങാനും ചാൻസ് ഉണ്ട്. ഓ ഗൈസ്, അതാ ചാൾസ് അതാ. ഓ, വെള്ളത്തിൽ കയറുമോ? ഓ, വെള്ളത്തിൽ കയറും. ഓനോ. ഓ, പിടിച്ച്. ഈ പണ്ടാരക്കാലം വെള്ളത്തിൽ കയറുന്ന കാര്യം എനിക്കറിയില്ല. ഉള്ള സ്ക്രാപ്സ് ഒക്കെ പോയി. നമുക്കിനി ഒന്നുകൂടെ മറ്റേ മിഷൻ കളിക്കേണ്ടി വരും. ഈ മിഷൻ ഏതായാലും കംപ്ലീറ്റ് ആയി, പക്ഷെ മറ്റേ മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്ക് ഒന്നുകൂടെ കളിക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ആ മീൻ കൊണ്ടേ കൊടുക്കാം. ഇതാ മച്ചി മീൻ കൊണ്ടേ കറി വെച്ചോ. ആ, ആയിക്കോട്ടെ. ഓക്കെ, കുറച്ച് സ്ക്രാപ്സ് വന്നിട്ടുണ്ട്. എത്ര വന്നിട്ടുണ്ട്? ഓ, 42 സ്ക്രാപ്സ് ആയി. ലെറ്റ്സ് ഗോ. ഓ, അപ്പൊ സത്യം പറഞ്ഞത് കറി വെക്കാൻ തന്നെ തോന്നുന്നു കേട്ടോ. മീന് കറി അയക്കാനേ വിളിക്കണേ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോവാം. മറ്റോന് ഈ അടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താല്ലേ, അവന് മാത്രം കയ്യും കാലും ഒക്കെ ഉണ്ട്. നമുക്കൊരു മണ്ണാങ്കട്ടിയില്ല. നമുക്ക് ഈ ട്രെയിൻ പാളത്തു കൂടെ തന്നെ പോകണം. ഷേ, അറ്റ്ലീസ്റ്റ് കയ്യിലൊരു ഗണ്ണെങ്കിലും തന്നാൽ നമുക്കിങ്ങനെ വെടിവെച്ചിടായിരുന്നു. വെടിവെച്ചിട്ടൊന്നും കാര്യമില്ല, പക്ഷെ എന്നാലും ഒരു ധൈര്യത്തിന് ഒരു ഗണ്ണെങ്കിലും തന്നതിന് ഉപകാരമായിരുന്നു. ഈ പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചാലോ? ഹലോ അമ്മച്ചി, ആ ഗണ്ണും തരുമോ? സ്വന്തമായിട്ട് വേണ്ട, കടത്തിന് വന്നാൽ മതി അല്ലേ? ഓക്കെ, വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ട്രെയിനിൻ്റെ ഹെൽത്ത് കൂട്ടാം. പിന്നെ ചെയ്യാനുള്ളത് ആർമർ. കഴിഞ്ഞ ഓനോ ഉള്ള സ്ക്രാപ്സ് മൊത്തം ആർമർ ലെവൽ അപ്ഗ്രേഡ് ചെയ്ത്. കുഴപ്പമില്ല, ട്രെയിനിൻ്റെ ഡ്യൂറബിലിറ്റി ഇത്തിരി കൂടും. ഓക്കെ, ഇനി നമുക്ക് പിക്കിൾ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോവാം. അപ്പോൾ പിക്കിൾ പെണ്ണിൻ്റെ അടുത്ത് പോവാം. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ട്രാക്ക് മാറ്റണം. ചടിക്കോ. ഓ, ഇവിടെ നിന്ന് ചാടാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ചടിക്കോ. ലെറ്റ്സ്. ഓക്കെ, ട്രാക്ക് മാറ്റിയിട്ടുണ്ട്. കയറാം. ഓ, ട്രെയിനിന്റെ കോലം മാറിയല്ലോ. അത് ശരി, നമ്മൾ ആർമർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാവുന്നു. ആകെ മൊത്തത്തിൽ ഒരു മെന വന്നിട്ടുണ്ട് ഇപ്പോ. ഓ, ഇത് പൊളിക്കും. ഇനി നമുക്ക് പോവാം. ലെറ്റ്സ്. നമ്മളിതിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്യാൻ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്ന് ആർമറും പിന്നെ സ്പീഡുമാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ ഏതായിരുന്നു നമുക്കുള്ളത്? പിന്നെ ഡാമേജ് ലെവലാണ്. അത് നമുക്ക് ഏറ്റവും അവസാനം പ്രയോറിറ്റി കൊടുത്താൽ മതി. മറ്റേ രണ്ടെണ്ണമാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓ, ഇവിടെ ഈ മണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴും ഹലോ, ഇപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഓ, ഇതെന്താ ഒരു പെട്ടി? അതെന്താ നോക്കണല്ലോ. നമ്മളങ്ങനെ എന്തെങ്കിലും കണ്ടതിനായി വെറുതെ വിടാൻ പാടില്ലല്ലോ. നമുക്ക് നോക്കാം. ഓ, എന്താ സ്ക്രാപ്സ്? എത്ര കിട്ടി? 3 സ്ക്രാപ്സ്. ഷേ, ഇതിനായിരുന്നു അപ്പം എത്ര? വലിയൊരു പെട്ടി കണ്ടപ്പോൾ ഞാൻ കണ്ടമാന സാധനങ്ങൾ ഉണ്ടാവും വിചാരിച്ചു. ഒരു 3 സ്ക്രാപ്സ് തരാനാണോ? ബ്ലഡി ഫൂൾസ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഇടും. ഓക്കെ, അതാ പോന്ന് നിൽക്കടാ. ഓക്കെ, ഇനി നമുക്ക് പിക്കിൾ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് പിക്കിൾ സാധനം എടുത്തുകൊണ്ടായിട്ട് മറ്റേ പിക്കിൾ പെണ്ണ് ഒന്നുമില്ല. ഓക്കെ, ഇവിടുന്ന് ഏകദേശം 200 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. സോ എടുത്തു കൊണ്ടുവരുന്ന വഴി മറ്റവനെ അങ്ങനെ വന്നേനാ തീർന്നു. ഓ, ഇത്രയും ദൂരമൊക്കെ ഉണ്ടാ? ഷടോ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. എന്തൊരു ശബ്ദം കേൾക്കുന്നേ? എന്താ, കിളി കരയുന്ന? എന്തേലും ആവട്ടെ, നമുക്ക് നമ്മുടെ വന്ന പണി നോക്കാം. ഓക്കെ, ഇവിടെയാണ് പിക്കിളുള്ളത്. പിക്കിൾ കേവ് അല്ലേ? തന്നെ. ഓ, എന്താ ഇവിടെ? ഓക്കെ, ഇവിടെ പിക്കുള്ള ഇതിലാണോ? അതിൽ തന്നെ അറിയാലോ. ഇതൊക്കെ എനിക്ക് ഈസി പീസി ഒന്നുമില്ല. ഓ, ഓക്കെ, ലാസ്റ്റ് ലെവൽ 1 2 3. അത്ര ഉള്ളൂ. ഇതെന്താ? ഓ, ഇതെന്താന്നേ? നമ്മളിത് എടുക്കാനല്ല വന്നേ. എന്നിട്ട് ഇതെന്താ വയ്ക്ക? എന്താ ചെയ്യാ? പിക്കിൾ ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ഇത്തിരി പിരിയടക്കിയ ടീംസാ തോന്നുന്നു ഇതൊക്കെ. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതെന്താ? പെയിന്റ് പർപ്പിൾ പെയിന്റ്. നല്ല കളറാ. ഇവിടെ അടിക്കാൻ പറ്റിയ കളറാണ്. കാട്ടുകൂടെ പോകുന്ന സമയത്ത് നല്ല പടക്കം പൊട്ടിയ പോലെ ഉണ്ടാവും. പിന്നെ ചൂച്ചു ചാൾസിനെ നമ്മളെ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ട, നമ്മളെ കളർ കണ്ട് വന്നോളും. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് പിക്കിൾ പെണ്ണിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഈ പിക്കിൾ കൊണ്ടായിട്ട് പിക്കിൾ പെണ്ണിന് കൊടുക്കാം. ഹലോ പിക്കിൾ പെണ്ണെ. കടന്ന് കരഞ്ഞോ? ഓക്കെ, ഒക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആദ്യം മര്യാദക്ക് നിൽക്കാൻ പഠിക്ക്, എന്നിട്ട് പിക്കിളാൻ പോവാ. അല്ല പിന്നെ കണ്ട നിൽക്കുന്ന കണ്ടാ? മര്യാദക്ക് 2 കാലിൽ നിൽക്കാൻ പഠിച്ചിട്ടില്ല, എന്നിട്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ 37 സ്ക്രാപ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. നിങ്ങളെല്ലാവരും നിറയെ സ്ക്രാപ്സ് തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. നമുക്ക് മറ്റോൾ ഇതിലേറെ സ്ക്രാപ്സ് തന്നു. ആര്? മറ്റേ ആ മന്ത്രവാദിനി പെണ്ണില്ലേ, ഓൾ ഇതിലേറെ സ്ക്രാപ്സ് തന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇത് യൂസ്ഫുൾ ആവും. നമ്മൾ ഇതുകൊണ്ട് എന്താ അപ്ഗ്രേഡ് ചെയ്യാ നോക്കട്ടെ. എന്താ അപ്ഗ്രേഡ് ചെയ്യാ? സ്പീഡ്. ഓക്കെ, സ്പീഡ് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്സ് 7 സ്ക്രാപ്സിന് ബാക്കിയുണ്ട്. അത് ബാക്കി വെക്കുന്ന നല്ലത് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റവനെങ്ങാനും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തതിനാൽ പെട്ടെന്ന് വന്നിട്ട് ഹെൽത്ത് റിപ്പയർ ചെയ്യാൻ ആ സ്ക്രാപ്സ് ആവശ്യം വരും. സോ ആ സ്ക്രാപ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ പെയിന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പർപ്പിൾ പെയിന്റ് ഏതാ?
ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ എന്താണത് ഈ പെയിന്റ് ഒക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റവനെ നമ്മളെ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ട. അത്രക്കും ബ്രൈറ്റ് ആണ്. ഇതൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഏതാ പറയട്ടെ, ഒന്നില്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ. അത് രണ്ടുമാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഡാർക്ക് പച്ച ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ ഈ കിളിപ്പച്ച കിട്ടിയിട്ട് കാര്യമില്ല. അതും ഇതേപോലെ ബ്രൈറ്റ് കളറാണ്, പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ മഞ്ഞ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇതൊന്നും അടിച്ചിട്ട് കാര്യമില്ല, അവൻ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ കാണാൻ ഒരു രസത്തിന് ഏതുവാണെങ്കിലും നമുക്ക് അടിക്കാം. ഇതൊക്കെ ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞിടുന്നുള്ളൂ, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഓക്കെ, ഇനി ഏതായിരുന്നാലും നമുക്ക് അടുത്ത മിഷൻ ഏതാ കളിക്കാൻ നോക്കാം. ഓക്കെ, നേരെ പൊഴിക്കാനൽ ഇവിടെ ഒരു മിഷൻ ഉണ്ട്. സോ നമുക്ക് അത് കളിക്കാൻ പോകും സുഹൃത്തുക്കളെ. നമുക്കില്ലേ ഈ ഗണ്ണ് മാറ്റാൻ പെട്ടെന്ന് പഠിക്കണം. അതായത് ഇങ്ങനെ പെട്ടെന്ന് ഇതിൽ വെടിവെച്ചിട്ട് ബാക്ക് അമർത്തി പെട്ടെന്ന് പോയി കണ്ടാ. എനിക്ക് പെട്ടെന്ന് ഇത് ചേഞ്ച് ചെയ്യാൻ കിട്ടുന്നില്ല, അതൊരു കുഴപ്പം. പെട്ടെന്ന് പഠിക്കണം, അത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഇത് കുറച്ചൊന്ന് വെടിവെച്ചാൽ ഈ ഗണ്ണ് ചൂടാവും. ആമോ ഒക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണേലും വെടിവെക്കാം. പക്ഷെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചങ്ങോട്ട് വെടിവെക്കുമ്പോഴത്തേനും സംഭവം ചൂടാവും. അപ്പോൾ അതാണ് ഒരു കുഴപ്പം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഓ, ട്രാക്ക് മാറി. ഓക്കെ, ഏതായാലും നമുക്ക് ഈ മിഷൻ കളിക്കാം. ഞാൻ മറ്റേ ട്രാക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ അത് കണ്ടില്ല ഞാൻ. ഓക്കെ, ഇവിടെ എത്താറായിട്ടുണ്ട്. ഇതേതാ ട്രെയിൻ സ്റ്റേഷനാണോ? നിർത്ത്. ഓ, ഒരു ട്രെയിൻ സ്റ്റേഷനാവുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഇവിടെ ചോര? ഓ, ചാൾസിന്റെ ഓരോ വികൃതികളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഓക്കെ, ഇതിന്റെ മുകളിലാണ് നമുക്ക് മിഷൻ ഉള്ളതെന്ന് തോന്നുന്നു. ആരവിടെ? ഹലോ. ഓ, ഇവിടെ കോട്ടും ഷൂട്ടും ഇട്ട് ഏതോ ഒരു കളവൻ നിൽക്കുന്നുണ്ട്. അവന്റെ മീശയൊക്കെ നോക്ക്, സിംഗം തന്നെ. ഓക്കെ, ഇവൻ എന്താ പറയാനുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, സോ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു ബിസിനസ് മാൻ ആണ് അത്ര. സോ അങ്ങനെ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐലൻഡിലേക്ക് അവൻ വന്നതെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഈ ഒരു ഐലൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവൻ കൂടെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്ര. സോ അതിൽ ഇവന്റെ അത്യാവശ്യത്തിന് എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ സാധനങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു ബ്ലൂ ബോക്സ് നമ്മൾ ഇവന് തിരിച്ചെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവൻ നമുക്ക് കുറെ സ്ക്രാപ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അത് എടുത്തു കൊടുക്കാം. എവിടെയാണെന്ന് നോക്കട്ടെ. ഓ, ഇവിടുന്ന് ഏകദേശം 200 മീറ്റർ നമ്മൾ നടന്നു പോകണം. ഓനോ, ഇതിൽ നമ്മൾ ഓരോ മിഷൻ കൂടുന്തോറും നടക്കേണ്ട ദൂരം ഇങ്ങനെ കൂടിക്കൂടി വരികയാണേ. നമുക്ക് കുറച്ച് ഇവിടെ കയറ്റി നിർത്താം വണ്ടി. ഓ, സ്ഥലം അറിയാം, കുറച്ച് ബാക്ക് ഇറക്കട്ടെ. നമ്മൾ കറക്റ്റ് ആ പോകുന്ന ആ പാത്തിൽ നിർത്തിയിടണം, എന്നാലേ മറ്റം വന്നതിന് നമുക്ക് പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഴയ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ. എന്തിയാവട്ടെ, നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോവാ. വെറുതെ ഇത് ബ്രേക്ക് പിടിച്ചാൽ നിർത്തണ്ട, അവിടെ നിൽക്കണ്ടേ. ഓക്കെ, ഇവിടെ എന്താ? ഓ, ഇതെന്താ സംഭവം ഇവിടെ? ഓരോ ഇവിടെ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? ഓ, തിരിച്ചു പോ. ഓ, സ്ക്രാപ്സ് എടാ. ഓ, വരുന്നുണ്ടില്ലേ? എടാ, ഇപ്പം ഇവിടെ ഉള്ള കാര്യം നമ്മളെത്താൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ കേൾക്കാണ്ട്. ഓ, അടുത്തെത്തി. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് കാണുന്നുണ്ടാവും. അപ്പൊ ഇതേ നമുക്ക് ട്രെയിൻ എടുത്തുകൊണ്ടുവരാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പറ്റില്ല. ഇത് കണ്ടില്ല, ഈ ട്രാക്ക് എങ്ങോട്ടാ പോകുന്നത്? പട കേറി. ഓരോ ഫ്രണ്ടിക്കോ. എടാ, പോയാ? അയ്യേ, പോയി. ഇത്ര ഉള്ളോ? ഇതുകൊണ്ട് അവനെ കരിയിച്ച് വിടാന്ന് വിചാരിച്ചാണ്. ഡാമിറ്റ്, അവൻ എസ്കേപ്പ് ആയി സുഹൃത്തുക്കളെ. ഓ, അതാ ചൂച്ചു ചാൾസ്. അത് വരുന്നു. ഓടു. വിട്ടോ. മിഷനൊക്കെ നമുക്ക് നാളെ നോക്കാം. അതാ വരുന്നു. പട. കൊല്ലടാ, വാടാ. ഒന്നും കൊള്ളുന്നില്ലല്ലോ. എന്തിനു വെച്ചിട്ട വെടിവെക്കുന്നേ? നമുക്ക് ഫയർ ഗൺ എടുക്കാം. ഓ, എടാ ഇത്. ഓക്കെ, ഇവിടെ പണി നോക്കി പോടാ. കെട്ട് മാറ്റി. ഒന്ന് അപ്ഗ്രേഡ്. ഹെൽത്ത്. ഓക്കെ, ഇവിടെ പോടാ. അടുത്ത കണ്ണ് ഇതിനെ കൊല്ലുവാ. എടാ, ഇപ്പൊ എന്താ പോവാത്ത? ഇപ്പം സാധാരണ പോകേണ്ടതാണല്ലോ. ഓ, ഇത് എവിടത്തെ നമ്മള്? ഓ, പോയി. ഇല്ല, പോയില്ല. വരുന്നുണ്ട്. പോടാ. ഹെൽത്ത്. ആ, പോയി. പോടാ. അങ്ങനെ തന്നെ പേടിച്ചു പോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിർത്താം. നമ്മളെവിടെ എത്തിപ്പോ? നമ്മള് കറങ്ങി ഇവിടെ എത്തി. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സ് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. അല്ലാതെ ഇവിടുത്തെ മിഷനൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയതാ. ഏതായാലും നമ്മളിപ്പോ കുറെയൊക്കെ കളി പഠിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അവനെ നമ്മൾ ഇപ്രാവശ്യം തൊടാൻ സമ്മതിച്ചില്ല, അടുത്തേക്ക് വരാൻ സമ്മതിച്ചില്ല. അടുത്തേക്ക് വന്നു, പക്ഷെ എന്നാലും നമ്മളെ കൊന്നില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ആദ്യം കളി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഷെഡല്ലേ? അതന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നൂലേ? ഓക്കെ. എടാ, വീണ്ടും ട്രാക്ക് മാറി. ഇതല്ല, ഈ വഴിയല്ല.
നമ്മളിപ്പോ വേറെ വഴിയാ പോകുന്നത്. ഇവിടുന്ന് ട്രാക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് വരുന്ന സമയത്ത് നമുക്ക് ആ ട്രാക്ക് കൂടെ എങ്ങനെ വരാം, പക്ഷെ തിരിച്ച് റിവേഴ്സ് എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ട്രാക്ക് കൂടെ റിവേഴ്സ് എടുത്ത് പോകാൻ കഴിയില്ല. എന്താടാ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള മിഷൻ കംപ്ലീറ്റ് ആക്കാം. ആ ബിസിനസ് മാൻ്റെ അടുത്ത് പോയി പണി വെക്കാൻ പറയാം. അവന് വേറെ എവിടെയും സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നത്. മാണ്ടൻ അല്ല പിന്നെ. ഓക്കെ, നമ്മളിവിടെ എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് ആ പാലത്ത് കൂടെ പോകേണ്ടത്. ബ്രേക്ക് കൂടി. ഓ, കുറച്ച് വരണ്ട്. ആ നിർത്തിക്കോ. ഓക്കെ, കറക്റ്റ്. ഏതാല്ലേ ഇനി നമുക്ക് ഏകദേശം 100 മീറ്ററോളം നടക്കാനുണ്ട്. 100 മീറ്റർ വലിയ ദൂരമൊന്നുമല്ല, എത്തി അടുത്തന്നെ. ഓക്കെ, ഇതെന്തോ പാറിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതെന്താ? മൈനിങ് ചാൾസ് കമ്പനി. ഓക്കെ മൈനിക്കാണോ പോകുന്നത് നമ്മള്? ഓ, ഇതെന്താ സംഭവം എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ആരോ നിൽക്കുന്നുണ്ട്, നോക്കട്ടെ. ആരാ അതെ? ഹലോ. ഓ, ഏത് താടിക്കാരൻ. ഓക്കെ, ഇവൻ എന്താ പറയാനുള്ളത് നോക്കാം. വർക്ക് ഫോർ അസ്സാ? നമ്മൾ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന പുതിയ ആളല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ ആർക്കും വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഓക്കെ ഗൈസ്, സോ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന് വേണ്ടി നമ്മൾ എന്തോ ഒരു സാധനം എടുത്തു കൊടുത്തതിന്, എന്തോ ഒരു സാധനമല്ല, ഒരു ഫയൽ ഉണ്ട് അത്ര. അതായത് ഈ മൈനിങ് ചാൾസ് കമ്പനിയുടെ ഓണർ ഇല്ലേ, എന്തായിരുന്നു അവൻ്റെ പേരെന്തായിരുന്നു? മിസ്റ്റർ വാറൻ. ഓക്കെ, അപ്പൊ ആ ചങ്ങായി ഇവരിനൊക്കെ അവിടെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് 5 പൈസ കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. അതായത് കുറെ കാലമായിട്ട് ഈ വർക്കേഴ്സിനൊക്കെ ഈ മൈനിങ്ങിൽ വർക്ക് ചെയ്തിട്ട് ഒരു പൈസ കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. സോ ഈ ഈ മിസ്റ്റർ വാറന്റെ എതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, തെളിവിന് വേണ്ടിയിട്ട് ഒരു ഫയലിന്റെ ആവശ്യമുണ്ട്. സോ ആ ഒരു ഫയൽ ഈ ബിൽഡിങ്ങിൽ ഏതോ ഒരു ബിൽഡിങ്ങിലാണ് ഉള്ളതെന്നാ പറയുന്നത്. ഈ ബിൽഡിങ്ങിനല്ലേ, അല്ല വേറെ ഏരിയയിലാണോ? അതെ, ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ എന്നാ പറഞ്ഞത്. സോ അങ്ങോട്ട് നമ്മൾ കയറിയിട്ട് അത് എടുത്തു കൊടുക്കണം. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്നാ ബെന്നെ കയറി എടുത്തുകൂടാന്ന്. പക്ഷെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പഴക്കമുള്ള സാധനമാണ്. സോ എപ്പോഴാണ് ഇടിഞ്ഞു വീഴാന്ന് പറയാൻ പറ്റില്ല. മാത്രല്ല ഇത് കണ്ടില്ലേ, ഇവനെ കൊണ്ട് കയ്യിൽ കയറാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ, നെവർ. അതുകൊണ്ട് നമ്മൾ തന്നെ കയറണം. പക്ഷെ എങ്ങനെ കയറുകയെന്ന് മാത്രം എനിക്കറിയില്ല. ഏതിനെ വഴിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഡോർ നോക്കാം. അതാ. ഓക്കെ ക്രാബ്സ്. ഓക്കെ, നീ എങ്ങനെ മുകളിൽ കയറാ? ഓ, ഇതിന്റെ മുകളിൽ കയറി നോക്കാം. ഓ, ഇതന്നെ. ഓരോ ഡാമിറ്റ്. ഒന്നൂടെ ഇങ്ങോട്ട് കയറാനല്ലേ? ഇത് വേറെ എങ്ങനെയാണ് പോകണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആകെ ഒരു കയറുള്ളൂ. കയറിൽ കൂടെ പോകാൻ പറ്റുമോ? ഓ, ഇപ്പൊ ചത്തേനെ. ഓരോ മണ്ടത്തരങ്ങൾ കാട്ടും. നമുക്ക് ഈ ബിൽഡിങ് കയറി നോക്കാം. ചിലപ്പോ ആ ബിൽഡിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇങ്ങനെ. അത് ശരി. ഓ, ഇതില് താക്കോലിനല്ലല്ലോ. ഉള്ളാലോ കളി. അപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ വീട്ടിൽ താക്കോലുണ്ടാവും. സോറി, ഈ വീടല്ല, ഈ ബിൽഡിങ്ങിൽ താക്കോലുണ്ടാവും. സോ ഈ ബിൽഡിങ്ങിന് താക്കോലെടുത്ത് ഈ ബിൽഡിംഗ് തുറന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കയറേണ്ടി വരും. അങ്ങനെ ആയിരിക്കും മിക്കവാറും. അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അപ്പുറത്തെ ബിൽഡിങ്ങിൽ ചാടണം തോന്നുന്നു. എന്നിട്ടെന്താ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടും കൽപ്പിച്ച് ഇവിടെ ഓടി വന്ന് ഒറ്റ ചാട്ടം ചാടാ. സ്കോ എത്തിയാ? അത് ശരി, ഇതിനായിരുന്നു അപ്പൊ ഇത്ര. ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാ. വെറുതെ ഇങ്ങോട്ട് എടുത്ത് ചാടിയാൽ മതിയായിരുന്നു. വെറുതെ കുറെ സമയം കളഞ്ഞു. ഇതിനെന്താ കുഴപ്പമെന്നറിയോ? ഇവൻ തവള ചാടുന്ന പോലെ ചാടും. അതാണ് കുഴപ്പം. മര്യാദയ്ക്ക് ഒരു മനുഷ്യൻ ചാടുന്ന പോലെയല്ല ചാടുന്നത്. ചാടിക്കാൻ എത്ര ദൂരം എത്തി നോക്ക്. അതാണ് കുഴപ്പം. മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതിന്റെ മുകളിൽ പൂട്ടിയിരിക്കണേ. ഇവിടെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ എന്തോ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കയറി നോക്കാം. അതാ വഴിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബുദ്ധിമാൻ തന്നെ. ഓ, നമ്മൾ മുകളിലെത്തി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് വീണ്ടും ചാടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് ചാടിയാ എത്തുവോ? എനിക്ക് തോന്നുന്നില്ല. ഓ, അതെ, അത് ചാടില്ല. അതവിടെ വേറെ വഴിയുണ്ട്. ഇതല്ലേ? ഇതല്ല, നമുക്ക് ഇതേനെ തന്നെ ചാടണം തോന്നുന്നു. പക്ഷെ ഇത് ഓടി വരാനുള്ള സ്ഥലമില്ലല്ലോ. എടാ, ഇവിടുന്ന് ചാടിയാലൊക്കെ എത്തുമോ? ഇത്ര ദൂരൊക്കെ എത്തുമോ? ഓക്കെ, നമുക്ക് രണ്ടും കൽപ്പിച്ച് ഇവിടെ ഒറ്റ ചാടം ചാടാ. ഒന്നൂടെ. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഓരോ വട്ടം വീഴും തോറും ട്രെയിനിന്റെ ലൈഫ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. സോ നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം സുഹൃത്തുക്കളെ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചാടി നോക്കാം. എത്തി. എടാ, ഇത്ര ദൂരൊക്കെ എത്തൂല നമ്മൾ ചാടിയാ. ഞാൻ പറഞ്ഞില്ലേ, തവള ചാടുന്നതിൽ ദൂരം ചാടും. ഒച്ചാതി ചാട്ടാ. ഓക്കെ, ഇനി ഇവിടെ ഫയൽ ഇതാണോ? അല്ലല്ല, അതെന്തോ വാറൻ എഴുതി വെച്ച വേറെ ഏതോ കത്താണ്. എന്തോ കമ്പനി ബാങ്ക്റപ്റ്റ് ആവാൻ പോകണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് കെയർ. ഓക്കെ, ഇവിടെ നടത്ത ചാടാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മുകളിൽ കയറാം. എത്തിയില്ലേ? എത്തിയില്ലേ? എത്തി. ഓക്കെ, ലോക്കറിലാണ് സാധനമുള്ളതെന്ന് തോന്നുന്നു. അതെ. ഓക്കെ, ഇവിടെ കുറെ പേപ്പറിൽ മരുന്നിനുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇനി നമുക്കത് തിരിച്ചുകൊണ്ട് മറ്റേ പൊട്ടനെ കൊണ്ടേ കൊടുക്കാം. ഹലോ ബൈ, ഇതാ എന്റെ സാധനം. ഓ, യു ലുക്ക് ലൈക്ക് എ മങ്കീന്ന്. കൊരങ്ങനെ പോലെ ഉണ്ടായിരുന്നു പറയുന്നത് നമ്മൾ കേറുന്ന സമയത്ത്.
സ്വാഭാവികം, എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, നമുക്ക് 33 സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. അയ്യേ, നമ്മളടുത്ത് ഓൾറെഡി 10 കൂടുതൽ സ്ക്രാപ്പ് ഉണ്ടായിരുന്നു. ഈ എച്ചിക്കാലം ആകെ 20 സ്ക്രാപ്പ് തന്നുള്ളൂ. 20 തികച്ചു തന്നിട്ടില്ല തോന്നുന്നു. ലട്ടി ഫൂൾ. ഓക്കെ, ഇനി ഇവിടുന്ന് ഏകദേശം 664 മീറ്ററിൽ അവിടെ ഒരു മിഷൻ ഉണ്ട്. ഈ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ടും കളിക്കേണ്ട മിഷനാണ്. അതായത് എനിക്ക് ഒന്നിനെ ചിലപ്പോൾ ആ മുട്ടന്റെ കാര്യം വല്ലതും പറയുന്ന മിഷനായിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും. ഇത് നമുക്ക് കമ്പൽസറി ആയിട്ട് കളിക്കേണ്ട മിഷനാണ്. ഇതേപോലത്തെ ഓപ്ഷണൽ മിഷൻസ് അല്ല, സ്ക്രാപ്പ് കിട്ടാൻ വേണ്ടി കളിക്കുന്ന മിഷൻസ് അല്ല. സോ നമുക്ക് ഏതായാലും അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മൾ റിവേഴ്സിലാണ് പോകുന്നത്. സോ ഫ്രണ്ടിലാവും വന്നതിന് തൊള്ളയും പൊടിച്ച് നോക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്. ഓക്കെ, ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ട്രെയിനിന്റെ ഹെൽത്ത് ഒന്ന് ഫുള്ളാക്കട്ടെ. ഓക്കെ, 34 സ്ക്രാപ്പ് ബാക്കി ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ അത് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം, സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യാം. ബാക്കി 18 സ്ക്രാപ്പ് അത് ആവശ്യമാണ്. ഇതേതാ പെയിന്റ്? വെള്ളാലേ. ഓ, വെള്ള അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോവാം. ഇത് നമ്മൾ നിർബന്ധമായിട്ട് കളിക്കേണ്ട മിഷനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. ഏതായി മുട്ട ചാരി നിൽക്കുന്നുണ്ടാ? ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ മുട്ടനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറയുന്നത്. മുട്ടനെ കുറിച്ച് പറയുന്ന ഒരു മുട്ട. ഏതോ ഒരു ഐലൻഡിൽ ഏതോ പിരമിഡ് പോലത്തെ എന്തോ സംഭവം ഉണ്ട്. സോ ആ പിരമിഡിന്റെ മുകളിൽ എന്തോ പ്രിസം പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് നോക്കാം. ഓ, ആ പ്രിസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രിസത്തിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഈ മോൺസ്റ്റർ എഗ്ഗിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണ് അത്ര ആ പ്രിസം. ഓക്കെ, അപ്പൊ അതെങ്ങനെ എടുക്കാം? ഓക്കെ, അപ്പൊ ആ പ്രിസത്തിൽ 3 സ്ലോട്ട്സ് ഉണ്ട് അത്ര. അതായത് നമുക്ക് ഈ 3 എഗ്ഗ് കിട്ടി കഴിഞ്ഞാൽ ആ 3 എഗ്ഗും ആ പ്രിസത്തിൽ കൊണ്ടുപോയി വെക്കണം. സോ അങ്ങനെ നമുക്ക് ആ പ്രിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാം. ആ പ്രിസത്തിനല്ല, ആ ഒരു എഗ്ഗിനെ ഡിസ്ട്രോയ് ചെയ്യാം. 3 എഗ്ഗിനെ. ആ 3 മുട്ടകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പ്രിസത്തിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ എന്തോ എക്സ്പ്ലോഷൻ ഉണ്ടാവും എന്നാ പറയുന്നത്. എന്തോ എനർജിയുടെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിട്ട് എന്തോ ഒരു സംഭവം നടക്കുന്ന അങ്ങനെ എന്തോ സംഭവമാണ് ഇപ്പം പറയുന്നത്. എന്തോ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ചാൾസ് മുട്ട പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്ന പറയുന്നത്. സോ അങ്ങനെ ആ വരുന്ന സമയത്ത് നമുക്ക് ചാൾസിനെ ഈസി ആയിട്ട് കൊല്ലാന്ന് പറയുന്നത്. ഓ, ഇപ്പൊ പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട പൊട്ടുന്ന സമയത്ത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ആ ഒരു എക്സ്പ്ലോഷന് എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ചാൾസിനുണ്ട്. സോ അങ്ങനെ ആ ഒരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ചാൾസ് ഇപ്പൊ ഉള്ളതിലേറെ ഇരട്ടി സ്ട്രോങ് ആവും എന്നാ പറയുന്നത്. ഓക്കെ, ഏതോ താക്കോൽ എന്തോ തന്നിട്ടുണ്ട്. ആ മൈൻഡ് കീ തന്നിട്ടുണ്ട്. ഗെയിമിന്റെ ആകെ കുഴപ്പം എന്താണെന്നറിയോ, ഇവർക്കൊന്നും വായ തുറക്കറിയില്ല. ഓ ഗയ്സ്, ചാൾസിന്റെ ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ, ശബ്ദം. കേറിക്കോ. ഫ്രണ്ട് പോ. അതാ വരുന്നത്. ഞാൻ ഫ്രണ്ടിൽ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ പോയാൽ അവനെ നമുക്ക് വെടിക്കാൻ പറ്റുമോ? മുട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ വന്ന് കണ്ടാമോ? ഓക്കെ, മാറ്റി കത്തിച്ചു വിടാം. പോണ. ഓ, ഇവന്റെ ലൈഫ് ഫുള്ളായ. അപ്പൊ നമ്മൾ നേരത്തെ കൊണ്ടതൊന്നും ഇവനല്ലേ? നേരത്തെ കഷ്ടപ്പെട്ട ലൈഫ് ഓർത്തത് ഇവനല്ലേ? അത് ശരി. ഓക്കെ, അപ്പോ ഇവൻ ഓരോ പ്രാവശ്യം വരുന്തോറും റിവൈവ് ആവുമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലൈഫ് കൂട്ടട്ടെ. ഓക്കെ, മാറ്റി. പോടാ. ഞാൻ കളി പഠിച്ചു. ഓ, ലൈഫ് ഉണ്ടാവണ്ടേ മണ്ണൻ. പോടാ. ട്രെയിൻ്റെ ലൈഫ് കൂട്ട്. ഓ, 23% പോയാ? പോയി മണ്ടൻ പോയി. അത്രേ ഉള്ളൂ. എൻ്റെ അടുത്താ കളി. ഓക്കെ, നമുക്കിവിടെ മൈൻഡിൽ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതണ്ടില്ലേ, ഈ ഒരു സ്ഥലത്താണുള്ളത്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ട പൊട്ടിക്കാനുള്ള പ്രിസ് എടുക്കാൻ പറ്റും. പ്രിസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ കൈകൊണ്ടേ പൊട്ടിക്കും. ഞാൻ ഒരു തമാശയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ചിരി വന്നെങ്കിൽ ചിരിക്കാം. ഓക്കെ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, അത്ര തന്നെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.